നമസ്കാരം, ജാങ്കോ സ്പേസിന്റെ ഓണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് വൈക്കത്താണ്. അതെ, നമ്മുടെ സ്റ്റുഡിയോ ഫ്ലോർ ഒക്കെ മാറ്റി പിടിച്ച് നമ്മുടെ ജാങ്കോ സ്പേസിന്റെ മൂന്നാമത്തെ ഓണം ഇന്റർവ്യൂ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങ് വൈക്കം വരെ എത്തി നിൽക്കാം. എവിടെ എത്തിയിരിക്കുന്നത്? വൈക്കത്ത് സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ മുമ്പിൽ. അപ്പൊ ഈ ഓണാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതങ്ങ് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കൂടെ ഈ ഓണം ആഘോഷിക്കാൻ ഒരു സ്പെഷ്യൽ അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട്. അതെ, ആ അതിഥി കോളേജിൽ പഠിക്കുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അതിഥിയാണ്. കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ TV ചാനലിലും സിനിമയിലും എല്ലാത്തിലും നിങ്ങൾക്ക് അറിയാവുന്ന നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഉള്ളത്. അപ്പൊ നമുക്ക് പരിചയപ്പെടുത്താം. ആ അതിഥിയുടെ പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വന്തം കേശു. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു ജാങ്കോ സ്പേസ് പ്രസൻസ് ഓണം മേളം വിത്ത് കേശു. ഓക്കെ, ഇതാണ് ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചതുപോലെ ഇല്ലല്ലേ? നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഓണം മേളം നമ്മളിവിടെ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണ്. Django Space presents ഓണമേളം വിത്ത് കേശു, സ്പോൺസർഡ് ബൈ അച്ചയൻസ് ഗോൾഡ്. അപ്പൊ ഓണമേളത്തിന്റെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. തുടങ്ങുമല്ലേ? അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ കേശുവിന്റെ അമ്മയോട് സംസാരിച്ച് കേശുവിന്റെ കുറെ വിശേഷങ്ങളൊക്കെ കിട്ടി. ഇപ്പൊ നമുക്ക് കുറെ പേരെ കൂടെ ഫാക്കൽറ്റി സിസ്റ്റം കംപ്ലീറ്റ് ഉണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ ഉണ്ട്, നമ്മുടെ എല്ലാവരും ഫുൾ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ പ്രിൻസിപ്പൽ സാറിന് നമ്മുടെ ഇവിടുത്തെ ഓണാഘോഷം ഇതെങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്? ക്യാമ്പസിൽ ഞങ്ങൾക്ക് പല ക്ലബ്ബുകളുണ്ട്, അവരെല്ലാവരും ചേർന്ന് ക്യാമ്പസ് വളരെ മനോഹരമായിട്ട് എല്ലാ ദിവസവും സൂക്ഷിക്കുന്നതാണ്. ഉണ്ട്, ആ ഒരു കണക്ഷനിലാണ് ഇത്രയും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എന്താ പറയാ, നമ്മൾ പല കോളേജുകളിലും പോയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു ടെൻഷനായിരുന്നു, ഒരു വലിയ കോളേജിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും അവിടെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നപ്പോ ഭയങ്കര രസമായിട്ട് അല്ലല്ല ഭയങ്കര രസമായിരുന്നു, ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ എല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, എല്ലാവരും നല്ലൊരു കോർഡിനേഷൻ ഉണ്ട്. അപ്പൊ സീക്രട്ട് എന്താണ്? ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള കോളേജാണ്. ഇവിടുത്തെ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും ഒക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഞങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ്. അങ്ങനെ ഞങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അച്ഛനാണ് ഭയങ്കര സപ്പോർട്ടോടെ. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ പരിപാടി തുടങ്ങാൻ പോകാന്നൊക്കെ ആദ്യം ചെന്ന് അച്ഛനോട് സംസാരിച്ചായിരുന്നു. ആ സമയത്ത് കേശുവിനെ അടിച്ചു പൊളിച്ചോ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ഫുൾ സപ്പോർട്ടാണ് അച്ഛൻ. ശരിക്കും അച്ഛൻ്റെ ഒരു ഓണം ആഘോഷവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓണം എനിക്ക് പല സ്ഥലങ്ങളിലുണ്ട്. നമുക്ക് ഇവിടെ കോളേജുണ്ട്, സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. കോളേജിലാണ് ഒരു വെറൈറ്റി ഓണാണ്, കാരണം എല്ലാ യൂത്തുകൾ സംഗമിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കോളേജ്. ഏറ്റവും കൂടുതൽ വൈബ് ഉണ്ടാകേണ്ട സ്ഥലമാണ് കോളേജ്. വ്യത്യസ്തങ്ങളായിട്ട് ചിന്തിക്കുന്നവരാണ് കോളേജ്. ഈ പൂക്കളം പോലെ വളരെ ഡിഫറെൻ്റാണ് എല്ലാവരും. ഈ പൂക്കളം ഒരുമിക്കുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഓണത്തിൻ്റെ ഭംഗി സുന്ദരമാവുക. ഓക്കെ, നമ്മളിപ്പോൾ ഓണത്തിൻ്റെ വിശേഷമൊക്കെ ചോദിച്ചു. നമ്മുടെ കേശുക്കുട്ടനെ പറ്റി പറയാം. നമ്മുടെ കേശു എങ്ങനെയുണ്ട്? കേശുവിന്റെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ചോദിക്കട്ടെ, കേശു നല്ലല്ലോ അല്ലേ ചോദിക്കണ്ടേ? കേശു ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ കോളേജിന് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സെലിബ്രിറ്റി ഈ കോളേജിൽ നിന്ന് പോകുമ്പോൾ വളർന്ന് ഉയരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അക്കാഡമിക്സ് ഒരിക്കലും താഴെയാവാൻ പാടില്ല. കേശു അതിനു വേണ്ടി എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ട്. അധ്യാപകർ അതിനുവേണ്ടി എക്സ്ട്രാ വർക്ക് കൊടുക്കുന്നുണ്ട് ഓൺലൈനിലൂടെ. എൻ്റെ ക്ലാസ് ടീച്ചർ റോയ് സാറുണ്ട്. നമ്മുടെ HOD ഉണ്ട്, റോയ് സാറും ഉണ്ട്. മേഡം പാർവതി മിസ്. നടുക്കോട്ട് വാ മിസ്സേ, നമുക്ക് മിസ്സിനോടല്ലേ ചോദിക്കണ്ടേ? അതെ, മിസ്സേ പറയും നമ്മുടെ കേശുക്കുട്ടൻ എങ്ങനെയുണ്ട്, സോറി അൽസാബിത്ത് എങ്ങനെയുണ്ട്?
അൽസബത്ത് വളരെ നല്ല കുട്ടിയാണ്. ആ നെഞ്ചെടുപ്പ് എനിക്കിവിടെ കേൾക്കാറുണ്ട് പറയുന്നത് വരെ. ഞങ്ങൾ അങ്ങോട്ട് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. കാരണം ക്ലാസ് തുടങ്ങിയിട്ട് അധികം ആയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വളരെ പ്രതീക്ഷയുള്ള ഞങ്ങളുടെയൊക്കെ അഭിമാനമായി മാറേണ്ട കുട്ടി കൂടിയാണ്. കേശു ഇവിടെ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കാൻ അൽസാബിത്തോട് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പം നേരത്തെ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്തായിരുന്നു ആദ്യം മനസ്സിൽ പോയത് മിസ്സിന്? ഇവൻ എന്റെ കയ്യെ കിട്ടി. അതായിരുന്നു നമുക്കൊരു സെലിബ്രിറ്റിയെ പഠിപ്പിക്കാനായിട്ടുള്ള ആദ്യമായിട്ടൊരു സാധ്യത ഉണ്ടാവുന്നു. അതിനകത്ത് ഭയങ്കര സന്തോഷം. പിന്നെ അൽസാബിത്തിന് വേണ്ട സാഹചര്യമൊക്കെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത്. കാരണം കുറച്ച് ഷെഡ്യൂൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഈ എൻവയോൺമെന്റുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്ന രീതി കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ഒരു ആശങ്കയായിട്ടുള്ളത്. പിന്നെ വലിയ സന്തോഷമായിരുന്നു. ശരിക്കും അൽസാബിത്ത് നിന്നാണോ കേശു എന്നാണോ വിളിക്കുന്നത് ക്ലാസ്സിൽ? ഞാൻ ചോദിച്ചു എന്താ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. കാരണം ഫെമിലിയർ ആയിട്ടുള്ളത് കേശു എന്നാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു അമ്മ എന്താ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അൽസു എന്നാണ് വിളിക്കുന്നത്, അൽസാബി എന്ന് വിളിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒഫീഷ്യൽ നെയിം തന്നെ അൽസാബിത്ത് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അതാ മനോഹരമായ ചിരിയും ചിരിച്ചോട് വരുമ്പോ തൊട്ട് ശ്രദ്ധിക്കണേ. എങ്ങനെ ഈ ചിരി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആദ്യം ഒരു കേസിനെ കുറിച്ച് എന്താ പറയുള്ളത്? കേശു നമ്മുടെ ചങ്കാണ്, പൊളിയാണ്. കേശുവിനെ ഞങ്ങളെ പറ്റി എപ്പോഴും പറയുന്നത് വെച്ചാൽ കേശു വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വളർന്നു വന്ന ഒരു പയ്യനാണ്. അപ്പോൾ അതെല്ലാവരും പഠിക്കണം. ഒത്തിരി ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സ്ട്രെയിനും ഓരോ ഷോട്ടും എടുക്കുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും അല്ലേ, ഇത് കേശു ഞങ്ങളോടും ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾ ജേർണലിസവും മീഡിയയും കൂടെ ഞങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി ഞങ്ങൾക്ക് കേശുവിൽ നിന്ന് ഇങ്ങോട്ടും പഠിക്കാനുണ്ട്. ഞങ്ങളിൽ നിന്ന് തിയറി കുറച്ച് കേശുവിന് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും അപ്പുറത്ത് വെയിറ്റ് ചെയ്യാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട്. ആഘോഷങ്ങളാണ്, നമ്മൾ ഇവരുടെ സമയം കളയുന്നില്ല, നമുക്ക് ആഘോഷങ്ങളിലേക്ക് അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ എല്ലാവർക്കും ജാങ്കോ സ്പേസിന്റെ ഹാപ്പി ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ജാങ്കോ സ്പേസിന്റെ ഇന്നത്തെ ഓണം മേളം നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. നമ്മൾ ഉമ്മയോട് സംസാരിച്ചു, ടീച്ചേഴ്സിനോട് സംസാരിച്ചു, ഇപ്പൊ അതാ കേശുവിന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ പേര് കേശുവും സുന്ദരിമാരും. അതെ, കേശുവും സുന്ദരിമാരും. ഇരിക്കട്ടെ, എല്ലാരും ഞാൻ വിളിച്ചോണ്ട് വന്ന എല്ലാരും. ഓക്കെ, അന്ന് തുടങ്ങാം, നമുക്ക് തുടങ്ങാല്ലേ? കേശു ഇതിൽ ആരൊക്കെ ഏറ്റവും സുന്ദരി? നിങ്ങൾ തന്നെ ഇവിടെ വന്ന വാക്കിന് ഇറക്കാനുള്ള പ്ലാനാണല്ലേ? നമ്മളെ പേര് സെഗ്മെന്റിന്റെ പേര് ഇത് കേശുവിന് പേഴ്സണൽ ഇഷ്ടം തോന്നുന്നു ആരോടാ? എന്നാ പിന്നെ അതിലുമേ തന്നെ വെട്ട്. ഇവിടെ തുടങ്ങി. ഇതിൽ ഒരാളെയും പറഞ്ഞു, ഇതിലൊരാളെയും രണ്ടുപേരും വിഷമിപ്പിക്കണ്ട. ഈ സൈഡിൽ നിന്ന് ഒരാളെയും പറഞ്ഞു, ഈ സൈഡിൽ നിന്ന് ഒരാളെയും പറഞ്ഞു. ആരാ കൈവക്കി? എന്താ പറയാ? പറ ഇതിലൊരു പച്ചാക്കറുപ്പ് പച്ചയും കറുപ്പും ഒരാളെ പറ മോനെ. ജിൻസിയുടെ പേര് മാത്രം മനസ്സിലായി. ജിൻസി അങ്ങോട്ട് നോക്കിക്കണേ. പറ ഇതിലൊരാളെ പറ, പെട്ടെന്ന് പറ. ഒരാളെ സെലക്ട്, കണ്ണും പൊട്ടി ഒരാളെ സെലക്ട് ചെയ്യാം. തല്ലി കിട്ടൂല കുറച്ച്. ഒന്നാമത്തെ സുന്ദരിയുടെ പേരെന്താ? പൊന്നമ്മ. പൊന്നമ്പിളി. അടിപൊളി പേര്, കൊള്ളാം. അപ്പൊ നമ്മുടെ കൂടെ പൊന്നമ്പിളി ഉണ്ട്. പൊന്നമ്പിളിക്ക് കേശുവിന് ഇഷ്ടായോ? കേശുവിന്റെ 5 ക്വാളിറ്റി പറഞ്ഞേ. 5 ക്വാളിറ്റി. സെലിബ്രിറ്റി എന്ന നിലക്ക് ജാടയൊന്നുമില്ല, സിമ്പിളാണ്. സിമ്പിളാണ്, പിന്നെ ഭയങ്കര ടോക്റ്റീവ് ആണ്. രണ്ട് പെട്ടെന്ന് കിട്ടണല്ലോ. 3. ഓക്കെ, കേശുവിന് പെട്ടെന്ന് കിട്ടണമെന്ന് കയ്യിൽ. ഓക്കെ, അടുത്ത് പറയാൻ കിട്ടണ. ഓക്കെ, പൊന്നമ്പിളി. സോറി പൊന്നമ്പിളി. ശരി, ആ സൈഡിൽ നമ്മൾ പൊന്നമ്പിളി കിട്ടി. ഇനി ഈ സൈഡിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയാണ്. ഇനി അങ്ങേറ്റം അങ്ങനെ പറ്റത്തില്ല കേട്ടോ. ഒരാളെ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞോ, അല്ലാതെ പറ. ചുമ്മാ ഒരു വായി നോക്കിയിരിക്കുന്നേ. ശരി, പിടിച്ചോ. റെഡ് കുട്ടിയെ. ഓക്കെ, ഞാൻ അങ്ങനെ നമ്മുടെ റെഡ് കുട്ടിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ കുട്ടിയുടെ പേര്? പറയൂ. അശ്വതി. കിങ്ങനെ ഒരു മിനിറ്റ്, കേശുവിനെ കാണാൻ വലിയ അതിഥി വന്നിട്ടുണ്ട്. കേശുവിന്റെ അടുത്ത് നിൽക്കാം. ഒരു മിനിറ്റ്, ഞങ്ങൾ കൂട്ടത്തിലേക്ക് ഒരു അതിഥി ഒന്ന് കൈയടിച്ച്. ഓക്കെ. ആ പോരട്ടെ. കേശു ഒന്ന് അടുത്ത് പിടിച്ച് ഓക്കെ, അശ്വതി അല്ലേ? അശ്വതിക്ക് നമ്മുടെ കേശുവിനെ പറ്റി ഇപ്പൊ അവിടെ പൊന്നമ്പിളി പറയാത്തൊരു 2 ഗുണങ്ങൾ പറ. കോളേജിലൊക്കെ വല്ലപ്പോഴും വരുവല്ലെങ്കിലും അതൊരു ക്വാളിറ്റിയാണ്. കേശു. ഓക്കെ, ഒരെണ്ണൂടെ.
നല്ലൊരു വ്യക്തിയാണ്. ഓ നല്ലൊരു വ്യക്തിയാണ്, അതെ, നല്ലൊരു കണ്ണിൽ ഉണ്ണിയാണ്, സ്വഭാവത്തിന് ഉടമയാണ്. കണ്ണിൽ ഉണ്ണിയാണ് പറ. അത്രയൊന്നുമില്ലെന്ന്. എടാ ഓക്കെ ഒരു ആവറേജ് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, നിങ്ങളെ ആക്ച്വലി എല്ലാവരും കേശുവിനെ എല്ലാവർക്കും ഫ്രണ്ട്സ് ആണല്ലോ. നിങ്ങൾ ഇതിന് മുന്നേ ഇവിടെ കോളേജിൽ വരുന്നതിന് മുന്നേ തന്നെ ഉപ്പുമുളകും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ആദ്യം തോന്നിയത് കേശു ഇവിടെ വന്നതിന് ശേഷം? അങ്ങനെ നമ്മുടെ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് കേശുവിനെ ഫസ്റ്റ് കണ്ടപ്പോ എല്ലാവരും കാറി കൂവി ബഹളം വെച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, സെൽഫി എടുക്കാനൊക്കെ ഓടി. ഇനി ഞങ്ങളുടെ ടീം ആർക്കാണ് കേശുവിന്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യമുള്ളത്? ആ ഓക്കെ 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 പറഞ്ഞു. ഓക്കെ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി മാച്ചിങ് പറഞ്ഞു. എന്താ അഭിനയിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. കേശുവിനോട് അഭിനയിക്കാൻ ഇഷ്ടമാണ്. ചാൻസ് കിട്ടി അഭിനയിക്കും. ചാൻസ് കിട്ടി അഭിനയിക്കും. ഒരു ചാൻസ് ആരട്ടെ ഇപ്പൊ? ചെറിയൊരു ചാൻസ്, ചെറുത്. ചെറിയൊരു സീൻ ചെയ്യാം, ഇവിടുന്നു ഒരുമിച്ചു. കേശുവായിട്ട് തന്നെ അഭിനയിക്കട്ടെ. ഇല്ല നിങ്ങൾ അഭിനയിക്കാം. എന്ത് സീനാ കൊടുക്കുക? കേശുവിനെ കണ്ടു, അതായത് കേശുവിനെ ഓൾറെഡി നമ്മൾ സീരിയലൊക്കെ കണ്ടിട്ട്, മോളുടെ പേരെന്താടാ? ദേവികയ്ക്ക് ഓൾറെഡി കേശുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിൽ വെച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ അവൈലബിൾ അല്ലല്ലോ. അത് ഇനിയിപ്പതേ ഓണാഘോഷത്തിന് വീണ്ടും വന്നിരിക്കും. അപ്പൊ നമ്മൾ അതങ്ങ് പറയാൻ പോവാ. പറഞ്ഞു, ഒരു ദേവിക എന്ന് പറഞ്ഞൊരു സുന്ദരി കുട്ടിയെ പിടിച്ചിട്ട് നൈസായിട്ടൊരു ആക്ടിങ് സീനൊക്കെ കൊടുക്കാനിരിക്കുമ്പോൾ പാവം കുട്ടി ഒരു പാട്ട് മത്സരത്തിന് പോകേണ്ടി വന്നു. സ്വാഭാവികം, കോളേജാണ്, ഓണാഘോഷമാണ്, പോകേണ്ടി വരും. പക്ഷെ പകരം ചുമപ്പിട്ട ദേവികയെ വെല്ലാൻ നമുക്ക് പച്ചയായിട്ടൊരു സുന്ദരി കുട്ടി കൊടുത്തിരിക്കുകയാണ്. ആ കൈ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് കേശുവിനെ വളച്ച് തന്നെ. ഇങ്ങോട്ട് വാ എന്റെ കുഞ്ഞ്. പേരെന്താടാ? പേര് ശ്രീലക്ഷ്മി. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ശ്രീലക്ഷ്മിയുടെ ഒരു ആക്ടിങ് ടാസ്ക് ആണ് അല്ലേ? ഈ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. കേശുവിന് ഉപ്പുമുളക് കണ്ടിട്ട് ഓൾറെഡി ഇഷ്ടമാണ്. അപ്പൊ കോളേജിൽ ആദ്യം കണ്ടപ്പോ തന്നെ ഇതേ കേശു ഇവിടെ വന്നു, ഇത് പറയാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആൾ അവൈലബിൾ അല്ലല്ലോ. അങ്ങനെ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് ഓണത്തിന് വന്നപ്പോ കേശുവിനെ കണ്ടു. അപ്പൊ നമ്മളത് എങ്ങനെ പറയും? പറഞ്ഞു. മൈക്കോർത്ത് പറ. അയ്യോ ഉള്ള കൊച്ചൊന്നും അറിയില്ല. പ്രപ്പോസ് ചെയ്തോ? അല്ല, അഭിനയത്തില്. പിന്നെന്താ ചോറുണ്ടോന്നോ? അഭിനയത്തില് വെറും അഭിനയം. അങ്ങോട്ട് ചെറിയൊരു മഴയുടെ കോള് കാണുന്നുണ്ട്. പ്രകൃതി വരെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ട കേശു ഫ്രഷ് സാധനം. ഓക്കെ, ചുമ്മാ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കേശുവിന് മുമ്പിൽ കിട്ടി. മഴയും പെയ്തു. റൊമാൻറ്റിക് ആണേ. പറഞ്ഞു പെട്ടെന്നായിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മളൊക്കെ നനയും. വേഗം ആയിക്കോട്ടെ. കേശു, നീ എന്റെ അടുത്തേക്ക് അങ്ങോട്ട് നോക്കിക്കണം. അൺഎക്സ്പെക്ടഡ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇവിടെ ഞങ്ങൾ വർത്താനം പറഞ്ഞേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? പേരെന്താ? എവിടെ പഠിക്കുന്നത്? ഇതാണ് കോളേജ്. കേശു ഇതാ കോളേജ്. ആരാ ചിരിച്ചു? അടുത്ത ടാസ്ക് കേട്ടോ. നാണോ കുട്ടിയുടെ? ഒരു അതല്ല, ഇത് പ്രപ്പോസലാണ്. പദ്യം എന്തായിരുന്നടാ? ഒറ്റ ശ്വാസത്തിൽ ഉത്തരം എഴുതാന്നൊക്കെ പറയും. കുഴപ്പമില്ല. നമ്മുടെ അതാ ഞാൻ പറയുന്നത്. അതായത് ഒരു ശ്രീലക്ഷ്മി അല്ലേ? ശ്രീലക്ഷി ഇത് അതാണോ നിന്നെ തെരഞ്ഞെടുക്കുന്ന കുട്ടി? അതാണോ? അല്ലല്ല ചേട്ടാ, ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴേ സൈഡിൽ നിന്ന് എനിക്ക് ഇവിടുന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ്. ഞാൻ പറയാം. അപ്പൊ വേറൊരാൾ മോന്റെ പേര് ഒരു അടിപൊളി പ്രപ്പോസൽ നമ്മളിപ്പോ കാണാൻ പോകും. നമുക്ക് വീണ്ടും സംസാരിക്കാം. എവിടെ പഠിക്കുന്നത്? ഒരുപാട് വർഷങ്ങളായി ഉപ്പുമുളക് സീരിയൽ കാണുന്നു. നീ ഇത് കളക്ടറിന്റെ അടുത്ത് വന്നിട്ട് മറ്റേ അപേക്ഷ കൊടുക്കാൻ റെസ്പെക്റ്റഡ് കേശു. ആ വിളിയും നോട്ടവും സംസാരവും അടിപൊളിയായിരുന്നു. ബാക്കി പറഞ്ഞാൽ മതി. വീഡിയോസ് ഒക്കെ കണ്ടപ്പോ തൊട്ടേ, സീരിയലൊക്കെ കണ്ടപ്പോ തൊട്ടേ എനിക്ക് തന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നോട്ട് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. എനിക്ക് തന്നെ ഇഷ്ടമാണ്. പറയടാ.
പറടാ. കോളേജിട്ട് തല്ലിന്ന് പറഞ്ഞു ആലോചിച്ചിട്ട് പതിയെ പറഞ്ഞാൽ മതി. ഓ എടാ അത് കലക്കി. ഞാനില്ല, ഞാൻ അങ്ങനെ പ്രപ്പോസ് ചെയ്യാറില്ല. താൻ എന്നെ പ്രപ്പോസൽ കാണിച്ചു അപ്പൊ അവര് പറയും ശ്രീധരേട്ടാ, നമുക്ക് തിരിച്ചാക്കിയാലോ ഒരെണ്ണം അല്ലേ? ഒരെണ്ണം തിരിച്ചു പോകാം, തിരിച്ച് കേശുവിനെ കൊണ്ട്. കേശു കേശു നമ്മുടെ മോളുടെ പേരെന്തായിരുന്നടാ? കൃഷ്ണപ്രിയ പ്രപ്പോസ് ചെയ്യാം. കേശു കൃഷ്ണ കൊള്ളാം. ഞാൻ കേട്ടില്ല കേശു കൃഷ്ണപ്രിയ കൊള്ളാം, നല്ല പേര്. പ്രപ്പോസ് ചെയ്തോ? ഞാൻ കോളേജിൽ വന്നപ്പോ തന്നെ കണ്ടപ്പോ പോലെ ഒരു എന്താ പറഞ്ഞൂടാ, ജീവിതത്തിൽ പങ്കാളിയായിട്ട് കുട്ടിയെ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമാണ് തന്നെ. ഇപ്പം മറുപടി പറയണമെന്നില്ലേ, എപ്പോഴാന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിച്ചിട്ട് പറയാം. ഈ കൂട്ടത്തിൽ ആരാ പാട്ട് പാടുന്നത് നന്നായിട്ട്? നന്നായിട്ട് പാട്ട് പാടുന്ന ഞാൻ ഡാൻസ് കളിക്കുള്ളൂ. ആരാ? ഞാൻ പാടിയില്ല. എന്ത് രസമായിട്ട് അഭിനയിക്കാനും കഴിവുണ്ട്. മക്കളെ നിങ്ങൾ രണ്ടും, നിങ്ങളെ കണ്ടാൽ ഒരു പാട്ട് പാടുന്ന കുറച്ച് ലക്ഷണമുണ്ടല്ലോ. ഇല്ലല്ലേ? ഓക്കെ, എന്നാ കിങ്ങിനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ഓക്കെ. ക്വിസ് അല്ലേ, ജനറൽ നോളജ്. ജനറൽ നോളജ്. ഞാൻ പോട്ടെ. നിങ്ങൾ എല്ലാരും പിരിഞ്ഞു പോയി. കോളേജിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജനറൽ നോളജ് മത്സരത്തിലേക്ക് നമുക്ക് കടക്കാം. ഇല്ലില്ല, ഇപ്പൊ പോകും. ജനറൽ നോളജ് ഉള്ളി. ശരി, വെറുതെ പറഞ്ഞടാ. ഇവരുടെ ആ ചോദ്യം കണ്ടുപിടിക്കാനുള്ള അല്ലല്ല, മറ്റേ ചോദിക്കാം. ഇതിലാരാ കുക്ക് ചെയ്യുന്നത്? വീട്ടില് അമ്മേനെ സഹായിക്കുന്ന ആരാ? നല്ലപോലെ ഇങ്ങോട്ട് വിളിക്ക്, നടക്കോട്ടരുത്. ഇവരുടെ എല്ലാ അമ്മമാരെ നമ്മൾ വിളിക്കുന്നതാണ്. ഒന്ന് മൈക്ക് കിട്ടി കൊടുത്തേ. സദ്യക്കോളം 10 കറികളുടെ പേര് പറഞ്ഞേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഉപ്പ് മോനെ കറി. ഒരു 5-6 രണ്ടെണ്ണം കൂടി. ഒരെണ്ണൂടെ. ആദ്യം എന്താ ഒഴിക്കുന്നേ? പരിപ്പ്, സാമ്പാർ, നെയ്യ്. അതാണോ ആദ്യം ഒഴിക്കുന്നേ? പരിപ്പ്. ആദ്യം ഒഴിക്കുന്നത് രസം, മോര്. ഇനി ആരാ കുക്ക് ചെയ്യുന്നത് നന്നായിട്ട്? ഇനി പറയുന്നില്ല മോനെ. ഒരു മിനിറ്റ്, ഇത് കാണിച്ചു തരിക. ഇവളൊന്ന് ഇവക്ക് പറഞ്ഞു കൊടുക്ക്. സാമ്പാറിലിടുന്ന സാമ്പാറിലിടുന്ന എന്തൊക്കെ വെജിറ്റബിൾസാ? വെജിറ്റബിൾസ്. പറഞ്ഞു കൊടുത്താടാ വെറുതെ. ഓക്കെ ആയിട്ടോ. കുറച്ചും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം കേട്ടോളൂ. ക്യാരറ്റ് കഴിഞ്ഞു, സാമ്പാർ കഴിഞ്ഞു. പൊടി, പച്ചക്കറി, തക്കാളി, കിഴങ്ങ്, പോരട്ടെ. ഓക്കെ, ആരും പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ കേട്ടോ. പച്ചക്കറി കടയിൽ എന്തൊക്കെയുണ്ടെന്നല്ല ചോദിച്ചത്? സാമ്പാറിന് ഇട്ടോ. ഓക്കെ, എല്ലാം കൂടെ സാമ്പാർ വെച്ചു. കുക്കുംബർ. ഏത് സാമ്പാറിലാണ്? വെള്ളരിക്ക. മിടുക്കി. അപ്പൊ ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. ആർക്കും ഒരു കുക്കിംഗ് അറിയാത്ത? വിഷമിക്കണ്ട, ചോദിക്കില്ല. വെറുതെ ചോദിച്ചാ. ഒന്നും ചോദിക്കില്ല. വളരെ സിമ്പിൾ ആയിട്ടൊരു സാധനം. നമ്മുടെ ഈ അത്തം തൊട്ട് തിരുവോണം വരെയുള്ള ദിവസങ്ങളുണ്ടല്ലോ. അത്തം തൊട്ട് തിരുവോണം വരെ. നമ്മള് അത്തപ്പൂവില് ഉപയോഗിക്കുന്ന മറ്റേ മുക്കുറ്റി തൊട്ടുള്ള കുറച്ച് പൂക്കളുടെ പേര്. 5 പൂക്കളുടെ പേര്. 5 നാടൻ പൂക്കളുടെ പേര്. ചെണ്ടുമല്ലിയോ? നാടൻ പൂ. ചെണ്ടുമല്ലി അതാ ഉദ്ദേശിച്ചത്. തുമ്പപ്പൂ, താമര. ഓക്കെ, നടുക്കോക്കാം. വേറെ താമര ഉണ്ടോടാ? താമര, തുമ്പ, നാടൻ ജമന്തി, ഓറഞ്ച് ജമന്തി. എല്ലാത്തിനും കൂടെ നാടൻ കിട്ടാൻ മതിയല്ലോ. വാടാമല്ലി, വാടാമല്ലി, റോസ്, നാടൻ റോസ്, പനിനീർ റോസ്.
ഒരെണ്ണൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും? ചെമ്പരത്തി പൂ ഇല്ല, ഓപ്ഷൻ ഇല്ല. വേറെ next. ചെമ്പരത്തി വെച്ചോ, ചെമ്പരത്തി ചെമ്പരത്തി തൽക്കാലം നമുക്ക് കയറ്റാം അല്ലേ? വെച്ചോ. ഓക്കെ, നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ പിള്ളേരെ ഹാപ്പി ആയിരിക്കട്ടെ. ഓക്കെ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടാ. മാവേലി വരുന്നത് എവിടെന്നാ? സത്യം, ഒരു മിനിറ്റ്, എവിടെന്നാ? പറ പറ പറ, ഒരു പ്രാവശ്യം കൂടി ചാൻസ് തരാം, പറ. ഉറപ്പാണോ? ഉറപ്പാണോ? അന്ന് ഉറപ്പാണ്. പോകുന്നത് എങ്ങോട്ടാ? പോകുന്നത് എങ്ങോട്ടാ? പോകുന്നത് എങ്ങോട്ടാ? ആ ഒന്ന് ഫ്ലൈറ്റ് കയറി അപ്പുറത്ത് ആ, പറ. പറ നിനക്കറിയോ? കേശുവിന് അറിയോ എങ്ങോട്ടാ പോകുന്നത്? മാവേലി പോകുന്നത് എങ്ങോട്ടാ? പറ പറ പറ. വന്നാ പിന്നെ തിരിച്ചു വേണ്ടേ പുള്ളിക്ക്? മലയാള മാസം ചിങ്ങം തൊട്ടിട്ട് എന്ന് പറഞ്ഞേ. അയ്യോ, എനിക്കറിയത്തില്ല. അല്ല, പറയാൻ പറ. ഇല്ല, അയ്യോ, സത്യമായിട്ട് അറിയത്തില്ല. ഇല്ല ഇല്ല, ചിങ്ങം കന്നി തുലാം. ആ, ബാക്കി പറ. വൃശ്ചികം, ആ. ധനു, മകരം, കുംഭം, മേടം, ഇടവം, മീനം, മേടം, ഇടവം, വൃശ്ചികം, എന്തെങ്കിലുമൊക്കെ പറയട്ടെ. വൃശ്ചികം, കർക്കിടകം, ആ. ചിങ്ങമാസം. കുഴപ്പമില്ല, അങ്ങ് മുങ്ങി അങ്ങ്. എന്നാ ചേട്ടൻ പറ, അത്തം തൊട്ട്. അത്തം തൊട്ടാ? അയ്യ, അത് സിമ്പിൾ. അത് നേരത്തെ പറ പറഞ്ഞല്ലേ. പറ നേരത്തെ പറഞ്ഞല്ലേ, പറ. അന്ന് ഞങ്ങള് തുടങ്ങാൻ പോകുന്നു സുഹൃത്തുക്കളെ. ഇത് നോക്കിയാ എന്നൊറ്റക്കായി. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം, അല്ല അനിഴം, അനിഴം, തൃക്കേട്ട, വിശാഖം, ഉരുട്ടിയോ? എന്തുരുട്ടി? ഉരുട്ടാതി, ഉത്രാടം, ഓണം. എന്താ നാളെ പിറന്നാളാണോ? ഏത് ഉത്രാടോ? ഊരുട്ടാതി. ഇവിടെ മിണ്ടാതെ നിൽക്കുന്ന രണ്ടുപേര് പല്ല് കടിച്ചിട്ട് വിട്ടും ചോദ്യം പറഞ്ഞു കൊടുക്കുക. വന്നാണ്ടാ. അവർക്ക് പണിയറിയാം. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നേ ശ്രീനാഥേട്ടന്റെ ടീമിന്റെ ഒരു പാട്ടും ഞങ്ങൾ പിള്ളേരുടെ ടീമിന്റെ ഒരു പാട്ടും ആര് ജയിക്കും? ഓക്കെ, ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ അവിടെ എണ്ണം കൂടുതലാ. ഫൗൾ 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 1 2 3 4 5 6. വാടാ. ആ കേശു, നീ പെട്ട്. പാട്ട് തുടങ്ങി. ആ, തുടങ്ങ് തന്നെ. തുടങ്ങാം. അത് നിങ്ങളാണേ. മനസ്സാകെ ഓ, ഇതില് ശ്രീകുട്ടനില്ലായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ സാധനമാണ്. ഇനി കേശുവിന്റെയും ടീമിന്റെയും കാർഡ്. കണക്കിന് അല്ല, ഞാൻ എടാ, നമ്മളും 4 ഒരു ടീം 5 ഒരു ടീം. പിടിച്ചോ. ഓണപ്പാട്ട് 1 2 3. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ തുന്നാനായി കൊതിയൂറും മാരിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓ, അങ്ങനെ ഞാനും എന്റെ പിള്ളേരും സപ്പോർട്ട് ചെയ്തോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? അപ്പൊ നമുക്കൊരു ആർപ്പോ കൂടെ വിളിച്ചങ്ങ് എൻഡ് ചെയ്താലോ? ഓക്കെ, റെഡി, സെറ്റ്, തുടങ്ങാം. പിടിച്ചു അപ്പൊ എന്തായാലും ഓണാഘോഷം അടിപൊളിയാക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ്. അപ്പൊ എന്തായാലും ഫുള്ള് ഫണ്ണായിരുന്നു കേട്ടോ, വെറുതെ ഒരു തമാശ കേശുവും ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നും സെഗ്മെന്റ്സ് ഒന്നും അല്ല. ഞങ്ങൾ അങ്ങ് വിളിച്ചു കൂട്ടി, ഞങ്ങൾ എല്ലാരും കൂട്ടിട്ട് വിളിച്ചപ്പോ തന്നെ അവര് വരികയും ചെയ്തു. അതാണ് സ്പിരിറ്റ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ്. കേരള ഫൈഡ് ഫുഡ്സിനും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ ഓണാഘോഷത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.